ഹായ് ഡി എസ് കുടിവനി പുതിയ പുതിയ വിശേഷങ്ങൾക്കായി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജെ.കെയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ചിന്നു അച്ഛനെ കാണുമ്പോൾ അച്ഛനോടൊപ്പം കാറിൽ കയറി പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അച്ഛനോട് പോലും അവൾ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്നു ആണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മഞ്ജു ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ ഉള്ളിൽ ഒരുപാട് വിഷം ചേർക്കുന്നുമുണ്ട്. എന്നാൽ ചിന്നു ആണെങ്കിൽ അച്ഛൻ്റെ കാറിൽ വെച്ച് അവളുടെ പേഴ്സാണെങ്കിൽ മറന്നു വയ്ക്കുന്നുമുണ്ട്. ഒടുവിൽ ആ പേഴ്സ് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്താണ് വിജയശങ്കർ അത് കാണുന്നത്. അപ്പോഴേക്കും ആ ചന്ദ്ര വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുമുണ്ട്. ചിന്നുവിനെ പുറത്ത് വെച്ച് കണ്ട കാര്യവും ഒടുവിൽ അവളെ കാറിലേക്ക് കയറ്റിയതും എല്ലാം ഇങ്ങനെ അയാൾ പറയാണ്. അതുമാത്രമല്ല, ചിന്നു വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതായത് അവളുടെ ഒരു കൂട്ടുകാരി അവളെ ചതിച്ചു എന്നൊക്കെ പറയുന്നത്. അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എന്തായാലും അർച്ചനയോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മോൾ എന്നോട് പറയുന്നുണ്ട്. അതിലെനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ആ കലി ഇളകി നിൽക്കുകയാണ്. ഇന്ന് ആ ജെ.കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ആണെങ്കിൽ അങ്ങോട്ട് അയച്ചിരുന്നല്ലോ. അയാൾ തന്നെയാണല്ലോ ചിന്നുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. അതുകൊണ്ടാണ് ചിന്നു വല്ലാതെ ടെൻഷനിലായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നു. എന്നാലും അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? അവളുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ബോയ് ഫ്രണ്ട് തന്നെയായിരിക്കും. അത് കേട്ട് അയാൾ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയണ്ട. ആര്യയെ പോലെ തന്നെയാ എനിക്ക് ചിന്നുവും. പിന്നെ ചിന്നു എൻ്റെ മൂത്ത മകളാണ്, അതും നീ മറക്കേണ്ട. രക്തബന്ധം അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. അവൾ എൻ്റെ സ്വന്തം ചോരയിലുള്ളതാണ്. നീ അവളെക്കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാൽ എനിക്കിതൊന്നും ഒട്ടും അങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റില്ല. അത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെ അവളെ വിശ്വസിക്കും? അതെ, എൻ്റെ ചോരയാ. ശരി, നിങ്ങളുടെ ചോര അവിടെ ഇരിക്കട്ടെ. പക്ഷേ അവൾ അർച്ചനയുടെ കൂടെ മകളാണ്, അത് നിങ്ങൾ മറക്കരുത്. അവളിപ്പോൾ ജെ.കെയോടൊപ്പം ആടിപ്പാടി നടക്കുകയാണെന്നൊക്കെ ഇവിടെ എല്ലാം പാട്ടാണ്. അതുകൊണ്ട് തന്നെയാ ചിന്നുവിൻ്റെ കാര്യത്തിലും എനിക്ക് സംശയം. അത് കേട്ടിട്ട് അയാൾക്കാകെ ദേഷ്യമാവാണ്. നിന്നോട് സംസാരിച്ചാൽ ശരിയാകത്തില്ല. നീ പറയുന്നത് എൻ്റെ മകളെക്കുറിച്ചാണ്. അതുകൂടെ ഓർത്താൽ നിനക്ക് നല്ലത്. ആര്യയെക്കുറിച്ചാണെങ്കിൽ നീ ഇങ്ങനെ പറയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ചിന്നുവിനെ കുറിച്ച് ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മകളോട് അയാൾക്ക് അത്രമാത്രം സ്നേഹമുണ്ടെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നു. എന്നാൽ ജയിലിലാണെങ്കിൽ മറ്റു ചില കുതന്ത്രങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതായത് ഈ അച്ചുവിൻ്റെ കൂടെ മറ്റൊരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ കൂടെ കടത്തുന്നുമുണ്ട്. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഉടക്കുണ്ടാക്കണം, എന്നിട്ട് അച്ചുവിനെ പൊതിരെ തല്ലണം. അതാണ് അയാളുടെ തീരുമാനം. അയാൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് അച്ഛനോട് പറയുന്നുണ്ട്, സാറേ, നമ്മളിപ്പോൾ ഒരുമിച്ചായല്ലോ. ഞാൻ കള്ളനും സാറ് പോലീസും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസവുമില്ല. നമ്മൾ രണ്ടുപേരും കള്ളന്മാർ തന്നെയാണ്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയൊരു തെറ്റാ സാറ് ചെയ്തത്, അതായത് പീഡന കേസ്. അത് കേട്ടിട്ട് അച്ചു ചെറിയൊരു ചിരിയോടുകൂടെ നിൽക്കുകയാണ്. കാരണം കുറച്ച് മുൻപ് ഒരാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് സൂക്ഷിക്കണം, ഇന്ന് സാറിന് നന്നായിട്ട് ഉപദ്രവിക്കാനാണ് പ്ലാനെന്ന്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചതിന് ശേഷം അച്ചു ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. തനിക്ക് തല്ല് കിട്ടുമെന്ന് അച്ചുവിനറിയാം. അതിനു മുൻപ് തന്നെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അച്ചുവിനോടായതുകൊണ്ട് ഒന്നും നടക്കത്തുമില്ല. ബാക്കി വിശേഷമായി നമുക്ക് വീണ്ടും നാളെ കാണാം കേട്ടോ.